ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ ഡ്രീം മാളൂട്ടി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഈ സാരി ഉപയോഗിച്ച് ഒരു പാവാട ബ്ലൗസാണ് കേട്ടോ തയ്ക്കാൻ നോക്കുന്നത്. ഞാൻ നേരത്തെ ഒരു പഴയ സാരി ഉപയോഗിച്ച് തയ്ച്ചിരുന്നു. അത് അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. എന്നാലും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പഠിച്ചെടുക്കാൻ പറ്റിയ കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഇത് തയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ചാനൽ ട്വിങ്കിൾ ഡിസൈൻ എന്ന് പറഞ്ഞ ചാനലിൽ നോക്കിയാണ് കേട്ടോ. അതിൽ ഈ പ്ലീറ്റ് ഇടുന്നതൊക്കെ കറക്റ്റ് അളവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ടോ എനിക്ക്. അപ്പോൾ ആ ഒരു ചാനൽ ഉപയോഗിച്ചാട്ടോ ഞാൻ ചെയ്യുന്നത്. പാവാട വെട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്നലെ സമയം കിട്ടിയില്ല കേട്ടോ. അത് കാരണം ഞാൻ ഇന്ന് രണ്ടാമത്തെ ദിവസമായിട്ട് ബ്ലൗസിന് വെട്ടാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇന്ന് ഞാൻ കടലയിലിട്ടാട്ടോ വെട്ടണം. കാരണം എനിക്ക് ടേബിളിലിട്ട് വെട്ടിയിട്ട് തുമ്പൊക്കെ എത്തുന്നുണ്ടായിരുന്നില്ല. ചെറിയ ടേബിളാണ്. അപ്പം വലിപ്പം ഇതിന് എടുക്കുമ്പോൾ സാരി നിവർത്തിയിടാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഈ തുണി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെട്ടിയെടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നിവർന്ന് തന്നെ കിടക്കുവാണെങ്കിൽ മിസ്റ്റേക്കൊന്നും പറ്റില്ല എന്ന് വിചാരിച്ച് ഇന്ന് കട്ടലയിലിട്ടോ. ഇന്നലെ വീഡിയോ കുറേ നേരം കണ്ട് ഞാൻ കുറച്ചൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഇന്ന് വീഡിയോ ഓണാക്കാതെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ വെട്ടിയൊക്കെ കഴിഞ്ഞ് ഇനി തയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ലൈനിങ് കൂടി ഇട്ട് തയ്ക്കുന്നതുകൊണ്ട് ചെറിയൊരു ടെൻഷനുണ്ട്. അപ്പോൾ എന്നെപ്പോലെ ഇതുപോലെ യൂട്യൂബൊക്കെ കണ്ട് തയ്ക്കുന്നവർക്ക് അറിയാം കേട്ടോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. കാരണം നമ്മൾ പഠിക്കാതെ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ട്. ഫ്ലോപ്പ് ആവുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ കുറേ പ്രാവശ്യം ഇങ്ങനെ വെച്ചും പിടിച്ചും ഒക്കെ നോക്കിയിട്ടാട്ടോ ഞാൻ തയ്ക്കാനിരിക്കുകയുള്ളൂ. അപ്പം ഞാൻ മിക്കവരും തന്നെ ഇപ്പം കുറേ ആളുകൾ യൂട്യൂബിൽ നോക്കി ഇങ്ങനെ തയ്യൽ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അതിൽ കമൻറ്റൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. കാരണം കമൻറ്റുകൾ ഞാൻ നോക്കാറുണ്ട്. എങ്ങനെയാണ് ഇത് പറ്റുമോ, ചെയ്തവരുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് കമൻറ്റിലൊക്കെ എല്ലാ വീഡിയോയുടെ താഴെ നോക്കുമ്പോൾ അപ്പോൾ ഒരുപാട് പേര് എനിക്ക് തയ്ക്കാൻ പറ്റി, ഞങ്ങളിപ്പോൾ തയ്ച്ചിടുന്നുണ്ട്, കുട്ടികൾക്ക് തയ്ച്ചു, ഇങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റുകൾ കേൾക്കും കേട്ടോ. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ്, നമുക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരാറുണ്ട്. അങ്ങനെ ഞാനും തയ്ച്ചു തുടങ്ങി. ഇങ്ങനെ സ്വന്തമായിട്ട് തയ്ക്കാമല്ലോ, നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ തയ്ച്ചെടുത്ത് നോക്കാൻ പറ്റുമല്ലോ. ഇവിടെ ഇപ്പം ഞാൻ മസ്കറ്റിൽ വന്നിട്ട് തയ്പ്പിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം എന്തെങ്കിലും വന്നാൽ റെഡിമെയ്ഡ് എടുക്കും. എനിക്ക് റെഡിമെയ്ഡിനേക്കാളും ഇഷ്ടം തയ്പ്പിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും ലീവിന് നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ആ സമയത്ത് കുറച്ച് തുണി എടുത്ത് വേണ്ടത് തയ്പ്പിച്ചുകൊണ്ട് വരികയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ചേച്ചിയുണ്ട്, അവിടെ നിന്ന് തയ്പ്പിച്ചുകൊണ്ട് വരാറാണുള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മുടെ ഇഷ്ടത്തിന് ഒരെണ്ണം വേണമെന്ന് കരുതി കഴിഞ്ഞാൽ അത് ഒരു ബുദ്ധിമുട്ടാട്ടോ. അപ്പം അതുകൊണ്ടാണ് തയ്ക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചൊന്ന് ശ്രമിച്ച് നോക്കി കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞു. ഇതാണ് ബ്ലൗസിൻ്റെ ലാസ്റ്റ് ലുക്ക്. മയിൽപ്പീലി അടിയിൽ വരാനും കയ്യിൽ വരാൻ പാകത്തിനായിരുന്നു വെട്ടിയായിരുന്നേ. അപ്പോൾ അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബ്ലൗസിൻ്റെ ഇതാണ്, വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇനി ഇട്ട് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ പാവാടയും കഴിഞ്ഞിട്ടുണ്ട്. പാവാട ആദ്യം തയ്ച്ച് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് പാവാടയുടെ ലുക്ക്. അപ്പോൾ ഇനി ഇട്ട് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാവാടയും ബ്ലൗസും. വലിയ കുഴപ്പമില്ലാതെ തോന്നണു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.